ടോട്ടലി ഈ ഫില്ല് ചെയ്തപ്പോൾ മനസ്സിലായത് ഒരു 80% റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു സംഭവം മനസ്സിലായിട്ട്, ഈവൻ ദോ SIP ചെയ്യുകയാണെങ്കിൽ പോലും വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നോട്ടീസ് ചെയ്തു. ഞാൻ ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും പലരിടത്തും ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്, പക്ഷെ അത് ക്ലിയർ ആയിട്ട് എത്തത് ഇപ്പോഴാണ് എന്നാണ് മനസ്സിലായത്. സോ SIP പോലെ മ്യൂച്വൽ ഫണ്ട് പോലുള്ളതിൽ കൂടുതൽ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു നോളജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതാണ്. ഓക്കെ, നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. എനിക്ക് മനസ്സിലായത്, നമ്മൾ ബിസിനസ്സിൽ പണം സമ്പാദിക്കണമെങ്കിൽ ഷോർട്ട് ടേമായി ഈ അടുത്ത 3 വർഷത്തിലും 4 വർഷത്തിലും വരുന്ന പുതിയ ട്രെൻഡുകളും മാർക്കറ്റിന്റെ മറ്റ് കാര്യങ്ങളും പഠിക്കുകയും അങ്ങനെയാണ് പൈസ സമ്പാദിക്കുക. എന്നാൽ ഉണ്ടാക്കിയ പൈസ സേവ് ചെയ്യണമെങ്കിൽ ലോങ് ടൈമിലേക്ക്, അതായത് 20-25 വർഷത്തേക്കുള്ള ഒരു വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനും പറ്റുള്ളൂ എന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു വെരി മച്ച്. ഞാനിവിടെ നമ്മുടെ കസിൻ പറഞ്ഞിട്ടുള്ള ആക്ച്വലി ഞാൻ സാറിനോട് ഓൾറെഡി പറഞ്ഞിരുന്നു, സാറിന് പാർട്ട്ണറാണ്. ബിസിനസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ് വർക്ക് ചെയ്തത്. അത് വെറുതെ ആയി പോയില്ല എന്ന് എനിക്ക് ക്ലാസ് കഴിയുമ്പോൾ തന്നെ മനസ്സിലായി. ഇപ്പോൾ അതിൻ്റെ സേവിങ്സിൻ്റെ കാര്യം തന്നെ അത് പേഴ്സൻറ്റേജ് പറയുമ്പോഴാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് കുറേ സ്റ്റോക്ക് മാർക്കറ്റ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതിൽ കുറേ ഇഷ്യൂസുകളുണ്ട് എന്നുള്ളതാണ് പൊതുവെ 99% ഉള്ള ജനങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ വെല്ലോണായിട്ടുള്ള പേഴ്സൺ സംസാരിക്കുമ്പോഴാണ് അതിന് എന്തൊക്കെയാണ് നമുക്ക് ഫ്യൂച്ചറിൽ റിട്ടേൺ എത്രത്തോളം നമുക്ക് ഫ്യൂച്ചാണ് വരുന്നത്, അതിൻ്റെ റിസ്ക്കുകൾ എന്താണ്, അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നന്നായി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ബിസിനസ് അതിനെക്കുറിച്ച് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും മന്ത് വളരെ എന്താ പറയുക, ഒരു നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് വന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് സംഭവം. ക്ലാസ് എടുക്കുന്ന 2 സാധനങ്ങൾ എനിക്ക് ടോട്ടലി ഒന്ന് ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുള്ള മനസ്സിലാക്കി. പിന്നെ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് കൂടുതൽ മറ്റുള്ളവരുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സും ഒന്ന് ഇൻക്രീസ് ചെയ്യാനുള്ള നോക്കുക. അപ്പം എക്സ്പെൻസ് ഇപ്പോൾ കൺസ്യൂമർ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറിയിടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറാമെന്നുള്ളതാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. ഓക്കെ, എനിവേ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.